പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്പം ദീർഘമായാണ് ഇന്ന് എനിക്ക് ചില കാര്യങ്ങൾ പറയേണ്ടതായി വരുന്നത്. ആദ്യത്തെ ഭാഗത്തിന് ശേഷമുള്ള ഭാഗമാണ്, രണ്ടാം ഭാഗമാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് പൂർണ്ണമായും നിങ്ങൾ കേൾക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്, കേട്ടേ തീരൂ. 2024 ഡിസംബർ 29 ഞായറാഴ്ച ഇന്നത്തെ മാതൃഭൂമിയിൽ ഒരു വാർത്തയുണ്ട്. ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി, പ്രകൃതി ചികിത്സ വിഭാഗങ്ങളിലെ ഡോക്ടർമാർ വളരെ ജാഗ്രതയോടെ ശ്രദ്ധിക്കേണ്ട ഒരു വാർത്തയാണ്. രോഗികളും അല്ലാത്തവരും കൂടെ ശ്രദ്ധിച്ചാൽ അത്രയും നല്ലത്. ക്ഷയരോഗ ചികിത്സയിൽ തർക്കം വേണ്ട, ഇതാണ് വാർത്തയുടെ ആദ്യത്തെ ഹെഡിങ്. ചികിത്സ അലോപ്പതി, ആയുർവേദവും ഹോമിയോയും വിവരം അറിയിക്കും. ആലപ്പുഴ ക്ഷയരോഗ നിയന്ത്രണത്തിന് ആയുർവേദ, അലോപ്പതി, ഹോമിയോ വിഭാഗങ്ങൾ ഒന്നിക്കുന്നു. രോഗലക്ഷണമുള്ളവർ ചികിത്സ തേടിയെത്തിയാൽ ആയുർവേദ, ഹോമിയോ വിഭാഗങ്ങൾ അലോപ്പതി വിഭാഗത്തെ അറിയിക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. കഫ പരിശോധനയുൾപ്പെടെയുള്ളവ നടത്തി മരുന്ന് നിശ്ചയിക്കുന്നത് അലോപ്പതി ഡോക്ടർമാരായിരിക്കും. രോഗികൾക്ക് പ്രതിരോധശേഷി കൂട്ടാനുള്ള മരുന്ന് ആയുർവേദ, ഹോമിയോ വിഭാഗങ്ങൾക്ക് നൽകാം. എന്നാൽ ചികിത്സയ്ക്ക് അലോപ്പതിക്ക് പ്രാമുഖ്യം നൽകും. ക്ഷയരോഗ നിയന്ത്രണത്തിനുള്ള 100 ദിവസത്തെ കർമ്മപരിപാടിയുടെ ഭാഗമായാണ് നിർദ്ദേശം. ആയുർവേദ മരുന്ന് കൂടിയേ തീരൂ എന്ന നിലപാടുള്ള രോഗികൾ പൂർണ്ണമായും അലോപ്പതി ചികിത്സ സ്വീകരിക്കാനിടയില്ല. അവർക്ക് അലോപ്പതി മരുന്നിനോടൊപ്പം രസായന ചികിത്സ കൂടി ആയുർവേദ ഡോക്ടർമാർ ശുപാർശ ചെയ്യുന്നു. അലോപ്പതി കഴിച്ച് അരമണിക്കൂർ വ്യത്യാസത്തിൽ ആയുർവേദ മരുന്ന് കൂടി കഴിച്ചാൽ ഗുണമുണ്ടാകുമെന്ന് അവർ പറയുന്നു. അത് ആരോഗ്യവകുപ്പ് അധികൃതർ പരിഗണിച്ചേക്കും. ഹോമിയോയ്ക്കും അവരുടെ ചികിത്സാരീതി തുടരുന്നതിൽ തടസ്സമില്ല. എന്നാൽ രോഗലക്ഷണമുള്ളവരെ കണ്ടെത്തിയാൽ വിവരം അലോപ്പതിക്ക് കൃത്യമായി കൈമാറണം. വിവര കൈമാറ്റം ഓൺലൈനായിട്ടാകും. 3 ചികിത്സാ വിഭാഗങ്ങളെയും പങ്കെടുപ്പിച്ച് ക്ഷയരോഗം പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള നടപടിയുമായാണ് ആരോഗ്യവകുപ്പും ജില്ലാ TB കേന്ദ്രങ്ങളും മുന്നോട്ട് പോകുന്നത്. ക്ഷയരോഗ ചികിത്സയുടെ കാര്യത്തിൽ വിവിധ ചികിത്സാ വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ ഒഴിവാക്കാനാണ് അധികൃതരുടെ ശ്രമം. സംസ്ഥാനത്ത് 1800-ലേറെ പേരാണ് ക്ഷയരോഗം ബാധിച്ച് ഇക്കൊല്ലം മരിച്ചത്. ഇതാണ് വാർത്ത. ഇത് വളരെ ബുദ്ധിപൂർവം ആരോഗ്യവകുപ്പിലെ ഏതോ തലയക്കല്ലൻ എഴുതിയ വാർത്തയാണ്, എഴുതിക്കൊടുത്ത വാർത്തയാണ്. ക്ഷയരോഗ ചികിത്സയിൽ തർക്കം വേണ്ട. അതിനിപ്പോൾ ഒരു തർക്കവും ഇല്ലല്ലോ. ആയുർവേദത്തിൽ പോകുന്ന ആളുകളെ ആയുർവേദക്കാർ ചികിത്സിക്കും, ഹോമിയോ മതി എന്ന് വെച്ചാൽ അങ്ങോട്ട് പോകുന്നവരെ ഹോമിയോക്കാർ ചികിത്സിക്കും, അലോപ്പതി പോകുന്നവരെ അലോപ്പതിക്കാർ ചികിത്സിക്കും. എവിടെയാണ് തർക്കമുള്ളത്? ഏതെങ്കിലും ആയുർവേദ ചികിത്സാ കേന്ദ്രത്തിൽ ചെന്നിട്ട് ഹോമിയോക്കാർ ഈ രോഗം ഞങ്ങൾ ചികിത്സിച്ചോളാം, അലോപ്പതി ആശുപത്രിയിൽ ചെന്ന് ആയുർവേദക്കാരും ഹോമിയോക്കാരും കൂടെ ആ രോഗിയെ ഇങ്ങോട്ട് വിട്ടുതാ, ഞങ്ങൾ ചികിത്സിച്ചോളാം, അങ്ങനെ എവിടെയെങ്കിലും ഒരു തർക്കം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ അറിവിലുണ്ടോ? ഏതെങ്കിലും പത്രത്തിൽ നിങ്ങൾ വായിച്ചോ? ഏതെങ്കിലും പരാതി പോലീസ് സ്റ്റേഷനിൽ ചെന്നോ? അങ്ങനെ ഒരു തർക്കം ഉണ്ടായിട്ടില്ല. പിന്നെ എവിടെയാ തർക്കം? ആർക്കാ തർക്കം? ചികിത്സ അലോപ്പതി. അപ്പോൾ ഇനി മുതൽ ക്ഷയരോഗത്തിൻ്റെ ചികിത്സ അലോപ്പതിക്കാർ മാത്രമേ ചെയ്യാവൂ എന്നുള്ള, മറ്റു ചികിത്സാ വിഭാഗങ്ങൾ ചികിത്സിക്കരുത് എന്നുള്ള നിരോധനമാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത്. ചികിത്സ അലോപ്പതി. ആയുർവേദവും ഹോമിയോയും വിവരം അറിയിക്കും. എന്ത് വിവരം അറിയിക്കും? ഇത് വയസ്സറിയിക്കുമെന്ന് പറഞ്ഞ പോലെയാണല്ലോ. എന്ത് വിവരം അറിയിക്കുമെന്നാണ് പറയണേ? അവരുടെ അടുത്ത് വരുന്ന രോഗികളുടെ, ക്ഷയരോഗികളുടെ വിവരം അലോപ്പതിയെ അറിയിക്കും. സ്വമനസാലെ അറിയിക്കുമോ? അതോ അറിയിച്ചില്ല എങ്കിൽ ശരിയാക്കി കളയും? അങ്ങനെ വല്ല ഭീഷണി പുറകെ ഉണ്ടോ? എന്താണ് ഈ വിവരമറിയിക്കലിൻ്റെ പുറകിലുള്ള? വിവരം അറിയിച്ചില്ല എന്ന് വെക്കുക, അപ്പോഴെന്ത് സംഭവിക്കാം? അതും കൂടി അറിയണമല്ലോ. എങ്ങനെയാണ് അലോപ്പതി
ക്ഷയരോഗ രോഗികളെ മൊത്തമായി കച്ചവടത്തിന് വേണ്ടി, കച്ചവട ചികിത്സയ്ക്ക് വേണ്ടി, കുത്തക ചികിത്സയ്ക്ക് വേണ്ടി ഏറ്റെടുക്കുന്നത് മറ്റുള്ളവരെ നിയമം മൂലം നിരോധിച്ച് നിങ്ങൾ മേലിൽ ക്ഷയരോഗത്തിന് ചികിത്സിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നിരോധനം ഏർപ്പെടുത്തി. പക്ഷേ ഭംഗിവാക്കിൽ മധുരം, കഴിക്കുന്ന മിഠായി മധുരത്തിൽ പൊതിഞ്ഞു നൽകുന്നത് പോലുള്ള ഒരു വാർത്തയാണ് വാസ്തവത്തിൽ ഇത്. ആലപ്പുഴ ക്ഷയരോഗ നിയന്ത്രണത്തിന് ആയുർവേദ, അലോപ്പതി, ഹോമിയോ വിഭാഗങ്ങൾ ഒന്നിക്കും. ആയുർവേദ, ഹോമിയോ, അലോപ്പതി ഡോക്ടർമാരെല്ലാവരും കൂടി ഒരുമിച്ചൊരു മീറ്റിംഗ് കൂടി ആലോചിച്ചിട്ട് ഒന്നിക്കാനൊരു തീരുമാനം വല്ലതും എടുത്തിട്ടുണ്ടോ? അങ്ങനെ വല്ല ആലോചനയും നടന്നിട്ടുണ്ടോ? സംസ്ഥാന തലത്തിൽ ആരോഗ്യവകുപ്പ് അങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയതായിട്ടോ ഡോക്ടർമാരെല്ലാം കൂടെ കൈകോർത്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനമെടുത്തതായിട്ടോ ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ കൊള്ളാം, അറിഞ്ഞാൽ കൊള്ളാം. അങ്ങനെ ഒന്നും ഉണ്ടായതായിട്ട് കേട്ടിട്ടേയില്ല. രോഗലക്ഷണങ്ങളുള്ളവർ ചികിത്സ തേടിയെത്തിയാൽ ആയുർവേദ, ഹോമിയോ വിഭാഗങ്ങൾ അലോപ്പതി വിഭാഗത്തെ അറിയിക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. അലോപ്പതി വിഭാഗത്തിൽ ക്ഷയരോഗമായിട്ട് ഒരാൾ ചെന്നാൽ അലോപ്പതിക്കാർ ഇങ്ങോട്ടും അറിയിക്കണമല്ലോ. തുല്യര് തമ്മിലുള്ള ഒരു ഒരുമയുടെ, ആലോചനയുടെ ഒരു പരിപാടിയൊക്കെ ആണെങ്കിൽ ഒരു പാലമിട്ടാൽ അങ്ങോട്ട് മാത്രമല്ലല്ലോ ഇങ്ങോട്ടും നടക്കണ്ടേ? ഇതങ്ങനെയല്ല. ആയുർവേദത്തിലോ ഹോമിയോയിലോ ക്ഷയരോഗവുമായിട്ട് ഒരാൾ ചെന്നാൽ അലോപ്പതിയെ അറിയിച്ചിരിക്കണം, അറിയിക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. അലോപ്പതിയിൽ ചെന്നാൽ ഇങ്ങോട്ട് അറിയിക്കലുണ്ടാകുമോ? അടിമത്തം. അലോപ്പതിയുടെ അടിമകളായി ആയുർവേദ, ഹോമിയോ ഡോക്ടർമാർ മാറിയിരിക്കുന്നു. നിങ്ങൾ അങ്ങോട്ട് അറിയിച്ചോളണം, അവിടെ നിന്ന് ഇങ്ങോട്ട് അറിയിക്കുന്ന പ്രശ്നമൊന്നും ഉദിക്കുന്നേയില്ല. അങ്ങനെ വ്യാമോഹിക്കുകയും വേണ്ട ആയുർവേദ, ഹോമിയോ അടിമകളായ ഡോക്ടർമാരെ. കഫപരിശോധനയുൾപ്പെടെ നടത്തി മരുന്ന് നിർദ്ദേശിക്കുക അലോപ്പതി ഡോക്ടർമാരാകും. അപ്പോൾ എന്തൊക്കെയാണ് ക്ഷയരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ? ചുമയാവാം, അത് നീണ്ടു നിൽക്കുന്നതാവാം, മരുന്ന് കഴിച്ച് തൽക്കാലം അടങ്ങിയതാവാം, ഇടയ്ക്കുള്ള പനിയാവാം, പലതരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവാം. അങ്ങനെ കാര്യമായ ലക്ഷണങ്ങൾ ഇല്ലാതെയും വരാം. അങ്ങനെ ഒരു രോഗിക്ക് ലക്ഷണം കാര്യമായിട്ടൊന്നും ഇല്ലാതെ ആയുർവേദക്കാരൻ എന്തെങ്കിലും മരുന്ന് കൊടുത്തു വിട്ടു, ഹോമിയോക്കാരൻ അവരുടെ മരുന്ന് കൊടുത്തു വിട്ടു, അത് കഴിഞ്ഞ് ക്ഷയരോഗം ഉണ്ടെന്നെങ്ങാനും അലോപ്പതിയിൽ എപ്പോഴെങ്കിലും ചെന്ന് കണ്ടുപിടിക്കപ്പെട്ടാൽ ചികിത്സിച്ചവർക്ക് വല്ല കുഴപ്പമുണ്ടാകുമോ? അതോ കണ്ടുപിടിക്കുന്ന നേരത്ത് അവരങ്ങോട്ട് ചികിത്സ തുടങ്ങത്തേ ഉള്ളോ? നിയമപ്രശ്നങ്ങൾ വല്ലതും ഇതിൻ്റെ പുറകെ ഉണ്ടോ? പാവം ആയുർവേദ, ഹോമിയോ ഡോക്ടർമാർ, ഇതിൽ പ്രകൃതി ചികിത്സാ ഡോക്ടർമാരെ ഉൾപ്പെടുത്തിയിട്ടില്ല, സിദ്ധക്കാരെ പേര് പറഞ്ഞിട്ടില്ല പത്രത്തിൽ. ആയുർവേദക്കാർക്കും ഹോമിയോക്കാർക്കും ഇങ്ങനെയാണെങ്കിൽ സിദ്ധക്കാരുടെയും യുനാനിക്കാരുടെയും പ്രകൃതി ഡോക്ടർമാരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. രോഗികൾക്ക് പ്രതിരോധശേഷി കൂട്ടാനുള്ള മരുന്ന് ആയുർവേദ, ഹോമിയോ വിഭാഗങ്ങൾക്ക് നൽകാം. എന്തൊരൗദാര്യമാണ്, സമ്മതിക്കണം. പ്രതിരോധശേഷി ക്ഷയരോഗത്തിന് ചികിത്സിക്കരുത്, പ്രതിരോധശേഷി കൂട്ടാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തോ. ക്ഷയരോഗത്തിൻ്റെ മരുന്ന് അലോപ്പതിക്കാരൻ നൽകുന്നത്, കച്ചവടം അവിടെ തന്നെ പോകണം. കുത്തക മരുന്ന് കമ്പനിക്കാരുടെ താല്പര്യമുള്ളതാണ് അവിടെ. ആയുർവേദ വൈദ്യർക്ക് എന്ത് കൂടി വന്നു കഴിഞ്ഞാൽ ഒരു പതഞ്ജലിയോ അല്ലെങ്കിൽ ഡാബറോ അങ്ങനെ ചെറുകിടക്കാരെ വല്ല ഉണ്ടെങ്കിലുണ്ടാകും. അധികാരികളെ സ്വാധീനിക്കാൻ പറ്റിയ കുത്തകകൾ അലോപ്പതിക്കാർക്കേ ഉള്ളൂ. രോഗികൾക്ക് പ്രതിരോധശേഷി കൂട്ടാനുള്ള മരുന്ന് ആരോഗ്യ, ഹോമിയോ വിഭാഗങ്ങൾക്ക് നൽകാം. എന്നാൽ ചികിത്സയ്ക്ക് അലോപ്പതിക്ക് പ്രാമുഖ്യം നൽകും. ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിനുള്ള 100 ദിന കർമ്മപരിപാടിയുടെ ഭാഗമായിട്ടാണ് നിർദ്ദേശം. അപ്പോൾ ഈ 100 ദിവസത്തേക്കേ ഉള്ളൂ എന്ന് മന്ദബുദ്ധികൾ കരുതും. മന്ദബുദ്ധികൾ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. അവർ കരുതും ഇതിപ്പോൾ ഒരു 100 ദിവസത്തെ കാര്യമല്ലേ വരണത്. മധുരം പുരട്ടി പാമ്പിനെ, വിഷപ്പാമ്പിനെ ഓലപ്പാമ്പിൻ്റെ പെയിൻ്റടിച്ച് വിട്ടേക്കാണ്. ആയുർവേദ മരുന്ന് കൂടിയേ തീരൂ എന്ന നിലപാടുള്ള രോഗികൾ പൂർണ്ണമായും അലോപ്പതി സ്വീകരിക്കാൻ ഇടയില്ല. അങ്ങനെ അലോപ്പതി സ്വീകരിക്കാൻ പൂർണ്ണമായിട്ടല്ല, ഒട്ടും സ്വീകരിക്കാൻ തയ്യാറില്ലെങ്കിലോ അവരെ തടവിലിട്ട് ചികിത്സിക്കാനുള്ള വല്ല, അവർക്കെതിരെ നിയമ നടപടി വല്ലതും എടുക്കാൻ
ആലോചനയുണ്ടോ? അങ്ങനെ ഇല്ല എന്നാരെങ്കിലും പറയുമോ? രോഗികളുടെ കാര്യവും കഷ്ടമാണ്. നിങ്ങളെ അലോപ്പതിയിലേക്ക് എഴുതി തള്ളുകയാണ് സർക്കാർ. ഒരുതരം പിമ്പിൻ്റെ പണിയാണിത്. അവർക്ക് അലോപ്പതി മരുന്നിനൊപ്പം രസായന ചികിത്സ കൂടി നൽകണമെന്ന് ആയുർവേദ ഡോക്ടർമാർ ശുപാർശ ചെയ്യുന്നു. അങ്ങനെ ഏത് ആയുർവേദ ഡോക്ടറാണ് ശുപാർശ ചെയ്തിട്ടുള്ളത്? അലോപ്പതി മരുന്ന് തന്നെയാണ് കഴിക്കേണ്ടത്. ആ മരുന്ന് കഴിക്കുന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ പൂർണ്ണ വിശ്വാസമില്ലാത്തവർക്ക് രസായന ചികിത്സ കൂടി നൽകണമെന്ന് ആയുർവേദ ഡോക്ടർമാർ ശുപാർശ ചെയ്യുന്നു. ഒന്ന് നോക്കണേ. ചികിത്സയൊക്കെ അവർ ചെയ്തോട്ടെ, ഞങ്ങൾ എന്തെങ്കിലും ഒരു സൂത്രപ്പണിയൊക്കെ ചെയ്ത് അരികു പറ്റി എന്തെങ്കിലും ഞങ്ങൾക്കും ആ രോഗിയിൽ നിന്നൊരു കച്ചവടം വേണമെന്ന് ഏത് ആയുർവേദ ഡോക്ടറാ പറഞ്ഞേ? ഒന്നറിഞ്ഞാൽ കൊള്ളാം. അലോപ്പതി കഴിച്ച് അരമണിക്കൂർ വ്യത്യാസത്തിൽ ആയുർവേദ മരുന്ന് കൂടി കഴിച്ചാൽ ഗുണമുണ്ടാകുമെന്ന് അവർ പറയുന്നു. അവരെന്തൊക്കെ പറയും? പറയണതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? നമുക്ക് ശാസ്ത്രം വേണ്ടേ? തെളിവ് വേണ്ടേ? ക്ലിനിക്കൽ ട്രയൽ നടക്കണ്ടേ? അവരിങ്ങനെയൊക്കെ പറയുന്നു. അതൊക്കെ പറയുന്നതുകൊണ്ട് സർക്കാരിലൊരു കാര്യമില്ല എന്നറിയാമല്ലോ. അങ്ങനെ അവർ പറയുന്നു. അത് ആരോഗ്യവകുപ്പ് അധികൃതർ പരിഗണിച്ചേക്കും. അപ്പോൾ രോഗികൾക്ക് പ്രതിരോധ ശേഷി കൂട്ടാനുള്ള മരുന്ന് ആയുർവേദ ഹോമിയോ വിഭാഗങ്ങൾക്ക് നൽകാം എന്ന് പറയുന്നത് പോലും കാര്യമില്ല. അത് ആരോഗ്യ വകുപ്പ് അധികൃതർ പരിഗണിച്ചേക്കും. എന്നാൽ ചികിത്സയ്ക്ക് അലോപ്പതിക്ക് പ്രാമുഖ്യം നൽകും. ക്ഷയരോഗ നിയന്ത്രണത്തിലുള്ള 100 ദിവസ കർമ്മപരിപാടിയുടെ ഭാഗമായാണ് നിർദ്ദേശം. ആയുർവേദ മരുന്ന് കൂടിയേ തീരുവെന്ന നിലപാടുള്ള രോഗികൾ പൂർണ്ണമായും അലോപ്പതി ചികിത്സ സ്വീകരിക്കാനിടയില്ല. അവർക്ക് അലോപ്പതി മരുന്നിനോടൊപ്പം രസായന ചികിത്സ കൂടി നൽകണമെന്ന് ആയുർവേദ ഡോക്ടർമാർ ശുപാർശ ചെയ്യുന്നു. അലോപ്പതി കഴിച്ച് അരമണിക്കൂർ വ്യത്യാസത്തിൽ ആയുർവേദ മരുന്ന് കൂടി കഴിച്ചാൽ ഗുണമുണ്ടാകുമെന്ന് അവർ പറയുന്നു. അത് ആരോഗ്യവകുപ്പ് അധികൃതർ പരിഗണിച്ചേക്കും. ഹോമിയോയ്ക്കും അവരുടെ ചികിത്സാ രീതി തുടരുന്നതിൽ തടസ്സമൊന്നുമില്ല. ഭക്ഷണം കഴിക്കുന്നതിന് വല്ല തടസ്സമുണ്ടോ? വെള്ളം കുടിക്കുന്നതിന് വല്ല തടസ്സമുണ്ടോ? മൂത്രമൊഴിക്കുന്നതിൽ തടസ്സമുണ്ടോ? ആരോഗ്യവകുപ്പിൻ്റെ അനുവാദം ഇല്ലെങ്കിൽ നടക്കില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത്. ആരോഗ്യ ഏകാധിപത്യമാണ്, ആരോഗ്യ സർവാധിപത്യമാണ്. ഇത് ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് എന്ന് പറഞ്ഞ രീതിയിൽ തല വെള്ളത്തിൻ്റെ മീതെ കാണുന്ന ചെറിയൊരു കഷണം മാത്രമാണ്. അപ്പോൾ ഹോമിയോക്കാർക്കും അവരുടെ ചികിത്സാ രീതി തുടരുന്നതിൽ തടസ്സമില്ല. എന്നാൽ രോഗലക്ഷണമുള്ളവരെ കണ്ടെത്തിയാൽ വിവരം അലോപ്പതിക്ക് കൃത്യമായി കൈമാറണം. കൽപ്പനയാണ്, ഉത്തരവാണ്. അടിയൻ എന്ന് പറയാനല്ലാതെ അടിമകളായ ആയുർവേദ ഡോക്ടർമാർക്കും ഹോമിയോ ഡോക്ടർമാർക്കും മറ്റ് ദുർബല വിഭാഗത്തിൽപ്പെട്ട അധമരായ ഡോക്ടർമാർക്കും അവകാശമില്ല. സംസ്ഥാനത്ത് 1800-ലേറെ പേരാണ് ക്ഷയരോഗം ബാധിച്ച് ഇക്കൊല്ലം മരിച്ചത്. അവിടെ ഒരു ചോദ്യമുണ്ട്. ഞങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഒരു കുത്തു തന്നു, TB ഇല്ലാതാക്കാൻ BCG ഇഞ്ചക്ഷൻ. അത് കേരളത്തിലെ പ്രബുദ്ധരായ കേരളത്തിലെ സകലരും എടുത്തു. എന്നിട്ട് പിന്നെ ഒരു കൊല്ലം 1800 പേര് TB പിടിച്ച് മരിച്ചത് എങ്ങനെയാണ്? നിങ്ങൾ TB നിർമ്മാർജ്ജന യജ്ഞം, ക്ഷയരോഗ നിർമ്മാർജ്ജന യജ്ഞം എത്ര കണ്ട് ചെണ്ട കൊട്ടി നടത്തിയതാണ്. വാക്സിൻ ഞങ്ങളെല്ലാവരും നാട്ടുകാരെല്ലാവരും എടുത്തതാണല്ലോ ആരോഗ്യവകുപ്പേ. എന്നിട്ട് ഒരു കൊല്ലം 1800 പേർ ഈ കൊച്ചു കേരളത്തിൽ മരിക്കുന്ന രീതിയിൽ ക്ഷയരോഗം വീണ്ടും എങ്ങനെ ഉണ്ടായി? ഓരോ കൊല്ലവും ഈ രീതിയിൽ ആളുകൾ മരിക്കുന്നുണ്ടെങ്കിൽ ക്ഷയരോഗം വലിയൊരു ആരോഗ്യ പ്രശ്നമാണല്ലോ. അപ്പോൾ നിങ്ങളുടെ BCG ഇഞ്ചക്ഷനിലൂടെ ക്ഷയരോഗ നിർമ്മാർജ്ജന യജ്ഞം അമ്പേ പരാജയപ്പെട്ടു എന്നാണോ?
1948 തുടങ്ങിയിട്ടാണ് നിങ്ങൾ ക്ഷയരോഗ നിർമ്മാർജ്ജന യജ്ഞങ്ങൾ ആരംഭിച്ചത്, BCG വാക്സിനേഷനൊക്കെ ആരംഭിച്ചത്. മദ്രാസിലെ ചെങ്കൽപ്പെട്ടിൽ 15 കൊല്ലം നടത്തിയ BCG വാക്സിനേഷൻ്റെ ഫോളോ അപ്പ് പഠനം ഈ വാക്സിനേഷൻ കൊണ്ടൊരു കാര്യമില്ല, പരാജയമാണെന്ന് തെളിയിച്ചു. ലോകാരോഗ്യ സംഘടന നടത്തിയ പഠനമാണ്. 35 ഡോക്ടർമാർ വാക്സിൻ എടുത്തവർ നടത്തിയ പഠനമാണ് ഇത് ചുമ്മാ തട്ടിപ്പാണ് എന്ന് തെളിയിച്ചത്. അപ്പോൾ രാജസ്ഥാനിൽ വേറൊരു പഠനം കൂടെ നടത്തിച്ചിട്ട് ഇല്ല അങ്ങനെയൊന്നും അല്ല കുറേ മെച്ചമുണ്ടെന്നൊക്കെ പറഞ്ഞു ഒരു വേറൊരു സാധനം തട്ടിക്കൂട്ടി ഉണ്ടാക്കി ഈ BCG വാക്സിനേഷൻ നടത്തി എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ശരിയാണോ? ആരോഗ്യവകുപ്പുകാരെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓൺലൈനിൽ നോക്കുമ്പോൾ ലാൻസെറ്റിലെല്ലാം കിടക്കുന്നുണ്ട് ചെങ്കൽപ്പേട്ടിൽ നടത്തിയ പരീക്ഷണങ്ങൾ വിഫലമായിരുന്നു, പരാജയമായിരുന്നു എന്ന് പറഞ്ഞിട്ട്. ഇനി ഇപ്പം നിങ്ങൾ നടത്താൻ പോകുന്ന ക്ഷയരോഗ നിർമ്മാർജ്ജന മരുന്ന് വിതരണം അതും വിജയിക്കുമെന്നെന്താണ് ഉറപ്പ്? രോഗത്തിൻ്റെ ലക്ഷണങ്ങളെ അടിച്ചമർത്തി രോഗകാരണങ്ങൾ നിങ്ങൾ ചികിത്സിക്കാറില്ല. അലോപ്പതിയിൽ അങ്ങനെയാണ്, രോഗകാരണത്തെ മാറ്റുന്നില്ല, രോഗത്തെ സപ്രസ് ചെയ്യുക, ലക്ഷണങ്ങൾ ഇല്ലാതാക്കുക, ആ മരുന്നുകൾ ഉണ്ടാക്കുന്ന രോഗങ്ങൾ കൂടെ കിട്ടുമെന്നുള്ളതാണ് ഞങ്ങളുടെ ഭയം. ആ ഭയം തീർത്തു തരാൻ ആരോഗ്യവകുപ്പിന് ബാധ്യതയുണ്ട്. ഞങ്ങൾ ആയുർവേദം മാത്രം ചെയ്യുന്ന രോഗികൾ, ഹോമിയോ മാത്രം ചെയ്യുന്നവർ, പ്രകൃതി ചികിത്സ മാത്രം ചെയ്യുന്നവർ ആരോഗ്യവകുപ്പിൻ്റെ ഈ നിർദ്ദേശത്തെ തുടർന്ന്, നിർബന്ധത്തെ തുടർന്ന് അലോപ്പതി മരുന്ന് കഴിച്ചാൽ ഏതൊക്കെ മരുന്നുകളാണ് കഴിക്കേണ്ടി വരിക, അതിൻ്റെ ദോഷഫലങ്ങൾ എന്തൊക്കെയാണ്, ആ മരുന്നുകളുടെ ദോഷഫലങ്ങൾ എന്തൊക്കെയാണ്, ആ ദോഷഫലങ്ങൾക്ക് ആളുകൾ പോയി സ്വന്തം കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് തന്നെ മരുന്ന് മേടിക്കേണ്ടതായി വരുമോ? അതിനൊക്കെ ആരോഗ്യവകുപ്പ് പ്രത്യേകമായ ചികിത്സകൾ നൽകുമോ? ഏതാനും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞ് പ്രത്യക്ഷപ്പെടുന്ന ഈ മരുന്നുകളുടെ ദോഷഫലങ്ങൾ ക്യാൻസറായിട്ട് മാറിയാൽ അതിനും സൗജന്യമായി തന്നെ ചികിത്സ കിട്ടുമോ? അതോ വീടും പറമ്പും എല്ലാം പണയം വെച്ച് ജനങ്ങൾ ചികിത്സിച്ച് മുടിഞ്ഞു മരിക്കേണ്ടതായി വരുമോ എന്ന് തുടങ്ങിയിട്ടുള്ള നിരവധി ചോദ്യങ്ങൾ അലോപ്പതി മരുന്നിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആരോഗ്യവകുപ്പുകാർ ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. ഇനി അടിമകളായി മാറിയിരിക്കുന്ന ആയുർവേദ ഡോക്ടർമാരും പ്രകൃതി ഡോക്ടർമാരും ഹോമിയോ ഡോക്ടർമാരും സിദ്ധ യുനാനി ഡോക്ടർമാർ ആയുഷ് ഡോക്ടർമാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞങ്ങൾ കുറച്ച് നാളുകളായി പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. കേരളത്തിൽ ഒരു ആരോഗ്യ അപകട ബില്ല്, പൊതുജനാരോഗ്യ അപകട ബില്ല് വന്നു. ആ ബില്ലനുസരിച്ച് അലോപ്പതിയുടെ വിനീതദാസന്മാരായി വരുന്ന രോഗികളൊക്കെ അങ്ങോട്ട് റിക്രൂട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും ആയുർവേദ, ഹോമിയോ, പ്രകൃതി ചികിത്സ, യുനാനി, സിദ്ധ ഡോക്ടർമാരുടെ ജോലി. അതിന് വല്ല കമ്മീഷൻ കിട്ടുമെങ്കിൽ വാങ്ങിച്ച് തിന്നോളൂ. ഇതായിരിക്കും നിങ്ങളുടെ തലവിധിയെന്ന് പണ്ടേ പറഞ്ഞതാണ്. ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ആ പൊതുജനാരോഗ്യ അപകട ബില്ല് അതിലെ ചില വ്യവസ്ഥകളെ ഞാനൊന്ന് വായിക്കാം. അതിൽ എന്തെങ്കിലുമൊക്കെ അല്ലറ ചില്ലറ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ ക്ലാരിഫൈ ചെയ്യുക. എൻ്റെ കയ്യിലുള്ളത് ആദ്യത്തെ നിർദ്ദേശമാണ്. ഖണ്ഡം 27 മാതൃശിശു ആരോഗ്യവും ക്ഷേമവും പ്രോത്സാഹിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നതിനോ തടയുന്നതിനോ മാറ്റം വരുത്തുന്നതിനോ ഏതെങ്കിലും വ്യക്തിയോടോ സ്ഥാപനത്തോടോ രേഖാമൂലമോ അല്ലാതെയോ നിർദ്ദേശിക്കാൻ പബ്ലിക് ഹെൽത്ത് ഓഫീസർക്ക് അധികാരമുണ്ടായിരിക്കുന്നതാണ്. എന്നാൽ പ്രസ്തുത ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുള്ള സമയത്തിനുള്ളിൽ ആ വ്യക്തിയോ സ്ഥാപനമോ അങ്ങനെ ചെയ്യുന്നതിൽ പരാജയപ്പെടുകയാണെങ്കിൽ പ്രാദേശിക പബ്ലിക് ഹെൽത്ത് ഓഫീസർ ഇക്കാര്യം ജില്ലാ പബ്ലിക് ഹെൽത്ത് ഓഫീസറെയും തുടർന്ന് ജില്ലാ പബ്ലിക് ഹെൽത്ത് ഓഫീസർ സംസ്ഥാന പബ്ലിക് ഹെൽത്ത് ഓഫീസറെയും സംസ്ഥാന പബ്ലിക് ഹെൽത്ത് ഓഫീസർ സർക്കാരിനെയും അറിയിക്കേണ്ടതും ആയതിൽ സർക്കാരിൻ്റെ തീരുമാനം അന്തിമമായിരിക്കുന്നതുമാണ്. പകർച്ചവ്യാധികളും വിജ്ഞാപനപ്പെടുത്തേണ്ട പകർച്ചവ്യാധികളും ഈ ആക്ടിലെ 2-ാം വകുപ്പിൻ്റെ 1-ാം ഉപവകുപ്പ് പ്രകാരം പകർച്ചവ്യാധി എന്നതിൻ്റെ നിർവചനത്തിൽപ്പെടുന്ന എല്ലാ രോഗങ്ങളെയും ഈ വകുപ്പിൻ്റെ ആവശ്യത്തിലേക്കായി
പകർച്ചവ്യാധി എന്ന് കണക്കാക്കേണ്ടതാണ്. ഈ ആക്ടിന്റെ ആവശ്യത്തിനായി വിജ്ഞാപനപ്പെടുത്തേണ്ട പകർച്ചവ്യാധി എന്നതുകൊണ്ട് അർത്ഥമാകുന്നത് ക്ഷയം 1. 2, ദേശീയ പ്രാണിജന്യ രോഗനിയന്ത്രണ പരിപാടിയിൽ ഉൾപ്പെട്ടിട്ടുള്ളതോ ഭാവിയിൽ കൂട്ടിച്ചേർക്കുന്നതോ ആയ രോഗങ്ങൾ, അതായത് മലേറിയ, മന്ത്, ജപ്പാൻ ജ്വരം, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, കാലാഹസാർ മുതലായവ. 3, സിക്ക. 4, ടൈഫസ് വിഭാഗത്തിൽപ്പെടുന്ന എല്ലാ പനികളും, ക്രബ് ടൈഫസ്, എപ്പിഡമിക് ടൈഫസ് തുടങ്ങിയവ. 5, ആന്ത്രാക്സ്. 6, പക്ഷിപ്പനി ഉൾപ്പെടെ ഇൻഫ്ലുവൻസ എ വിഭാഗത്തിലുള്ള പനികൾ. 8, മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്ന എല്ലാ പനികളും. യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളതോ ഭാവിയിൽ കൂട്ടിച്ചേർക്കുന്നതോ ആയ രോഗങ്ങൾ, പോളിയോ, ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ്, മീസിൽസ്, ഹെപ്പറ്റൈറ്റിസ് ബി, ഹിമോഫിലസ് ഇൻഫ്ലുവൻസ ബി മൂലമുള്ള ന്യൂമോണിയ അല്ലെങ്കിൽ മെനിഞ്ചൈറ്റിസ്, ന്യൂമോകോക്കസ് മൂലമുള്ള രോഗങ്ങൾ, റൂബല്ല മുതലായവ. 9, അക്യൂട്ട് പ്ലാസിഡ് പാരലൈസിസ്, മങ്കി പോക്സ്, പേവിഷബാധ, റാബീസ്. 12, നിപ്പ. 13, സാർസ്, മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം, COVID-19 തുടങ്ങിയ കൊറോണ വൈറസ് അണുബാധകൾ. 14, എലിപ്പനി. 15, പ്ലേഗ്. 16, കുഷ്ഠം. 17, ആന്റിബയോട്ടിക് അതിജീവന ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ റിപ്പോർട്ടിംഗ് ആവശ്യമാണെന്ന് സർക്കാർ നിശ്ചയിക്കുന്ന അണുബാധകൾ. 18, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിജ്ഞാപനത്തിലൂടെ സംസ്ഥാനത്തൊട്ടാകെയോ സംസ്ഥാനത്തിന്റെ ഒരു പ്രദേശത്തോ വിജ്ഞാപനപ്പെടുത്തേണ്ടതായി പ്രഖ്യാപിക്കുന്ന രോഗങ്ങൾ. ഇപ്പോ ഒരു ചെറിയ പനിക്ക് പോലും, ക്ഷയത്തിന് മാത്രമല്ല, ഒരു ചെറിയ പനിക്ക് പോലും ആയുർവേദക്കാരാ, ഹോമിയോക്കാരാ, പ്രകൃതിക്കാരാ, നിങ്ങൾ ആരും ഇനി ചികിത്സിക്കരുത്. ചികിത്സിച്ച് പനി മാറാതെ 3-4 ദിവസം കഴിഞ്ഞ് രോഗി എങ്ങാനും അലോപ്പതിക്ക് പോയാൽ ആരാ ചികിത്സിച്ചത്? ഇത് പന്നിപ്പനിയാണ്, പക്ഷിപ്പനിയാണ്, പുലിപ്പനിയാണ്, എലിപ്പനിയാണ്, ഡോങ്കിപ്പനിയാണ്, ഡെങ്കിപ്പനിയാണ് എന്നെല്ലാം പറഞ്ഞ് പോലീസ് വരും, ക്ലിനിക്കിൽ പൊക്കിക്കൊണ്ട് പോകും. ആയുർവേദക്കാരാ, ഹോമിയോക്കാരാ, പ്രകൃതിക്കാരാ. 3, സർക്കാരിന് വിവരങ്ങൾ ശേഖരിക്കേണ്ടതോ ചികിത്സാ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതോ ആയ ഏതെങ്കിലും പകരുന്നതോ അല്ലാത്തതോ ആയ രോഗത്തെ പൊതുജനാരോഗ്യ പ്രാധാന്യമുള്ള രോഗമായി വിജ്ഞാപനം ചെയ്യാവുന്നതാണ്. പകർച്ചവ്യാധി മാത്രമല്ല, അല്ലാത്തതും വിജ്ഞാപനം ചെയ്യാം. തൂമ്പാപ്പണി വല്ലതും അറിയാവോ ആയുർവേദക്കാരാ, ഹോമിയോക്കാരാ, പ്രകൃതിക്കാരാ? പണി വേറെ നോക്കിക്കോ, ഒക്കെ കുത്തകയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങൾ എന്താ കരുതിയേ? നമ്മുടെ നാട്ടിലെ ചെറുകിട വ്യവസായങ്ങളെ മാത്രം കൊല്ലുന്ന നടപടികൾ ചെയ്ത് അതെല്ലാം കുത്തകയ്ക്ക് കൊടുക്കും. എയർപോർട്ട് കുത്തകയ്ക്ക് കൊടുക്കും, പോർട്ട് കുത്തകയ്ക്ക് കൊടുക്കും. അതുമാത്രമേ കൊടുക്കുകയുള്ളെന്നാണോ? ചികിത്സയും കൊടുക്കുകയാണ്. 4, വിജ്ഞാപനപ്പെടുത്തേണ്ട ഏതെങ്കിലും പകർച്ചവ്യാധി ഏതെങ്കിലും വ്യക്തിയുടെയോ സർക്കാർ ആശുപത്രിയുടെയോ സ്വകാര്യ ആശുപത്രിയുടെയോ ക്ലിനിക്കിൻ്റെയോ അല്ലെങ്കിൽ ലാബറട്ടറിയുടെയോ ഗവേഷണ സ്ഥാപനങ്ങളുടെയോ ശ്രദ്ധയിൽപ്പെടുകയോ അറിയപ്പെടുകയോ ചെയ്താൽ വ്യക്തിയോ സ്ഥാപനമോ ഉടനെ തന്നെ പബ്ലിക് ഹെൽത്ത് ഓഫീസർക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്രകാരമുള്ള വിവരം ലഭിക്കുമ്പോൾ അത്തരം രോഗങ്ങളുടെ വ്യാപനം നിയന്ത്രിക്കുന്നതിനും അത് ഉന്മൂലനം ചെയ്യുന്നതിനുമായി പബ്ലിക് ഹെൽത്ത് ഓഫീസർമാർ ഉടനെ തന്നെ ഇടപെടേണ്ടതാണ്. 5, ഈ 4ാമത്തെ ഉപവകുപ്പിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള സംഭവം റിപ്പോർട്ട് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുന്ന വ്യക്തിയോ സ്ഥാപനമോ 65ാം വകുപ്പിൽ വിധി നിർദ്ദേശിച്ചിരിക്കുന്ന പിഴയ്ക്ക് ബാധ്യസ്ഥനായിരിക്കും. അപ്പോൾ കാര്യം മനസ്സിലായില്ലേ? സഹകരിക്കുകയാണ് കേട്ടോ. ആയുർവേദം ഹോമിയോ ഒക്കെക്കാരും കൂടെ സഹകരിക്കുകയാണ്. തർക്കം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ആയുർവേദക്കാർക്കും പോഷക മരുന്ന് എന്തെങ്കിലുമൊക്കെ കൊടുക്കാം, ഹോമിയോക്കാർക്കും അവരുടെ മരുന്ന് കൊടുക്കാം. പക്ഷേ ആദ്യം തന്നെ ചികിത്സ അലോപ്പതിക്ക് വിട്ടിരിക്കണം. അതല്ലാതെ പനിക്ക് ചികിത്സിച്ച് 2-3 ദിവസം കഴിയുമ്പോൾ രോഗി എങ്ങാനും അവിടെ പോവുകയും അതിനെ ഡോങ്കിപ്പനി എന്നെങ്ങാനും പറയുകയും ചെയ്താൽ ആദ്യഘട്ടത്തിൽ പിഴ. വീണ്ടും ആവർത്തിച്ചാലോ? അതൊക്കെ പുറകെ വരുന്നുണ്ട്. വായിച്ച് പഠിച്ചോളൂ ആയുർവേദക്കാരെ, ഹോമിയോക്കാരെ, പ്രകൃതിക്കാരെ, സിദ്ധക്കാരെ, യുനാനിക്കാരെ. ഇനിയും നിങ്ങളുടെ പ്രദേശത്ത് പകർച്ചവ്യാധി മൂലമുള്ളൊരു മരണം നടന്നെന്നറിയുകയോ അങ്ങനെ സംശയിക്കാൻ കാരണമുണ്ടെന്നറിയുകയൊക്കെ ചെയ്താൽ ഉടനടി വിവരം കൊടുക്കണം. അല്ലായെങ്കിൽ 1ഉം 2ഉം ഉപവകുപ്പുകളിലെ വ്യവസ്ഥകൾ ലംഘിക്കുന്ന ഏതൊരു രജിസ്ട്രേഡ് മെഡിക്കൽ പ്രാക്ടീഷണറും ആരോഗ്യ സംരക്ഷണ സ്ഥാപനവും
65 വകുപ്പിൽ വിധി നിർദ്ദേശിച്ചിരിക്കുന്ന പിഴ ശിക്ഷയ്ക്ക് ബാധ്യസ്ഥമായിരിക്കുന്നതാണ്. പണി പാലും വെള്ളത്തിലാണ് വരുന്നത്. ഇനി ഇതിനെല്ലാം കഴിഞ്ഞ് നിങ്ങളെല്ലാം സഹകരിച്ച് അലോപ്പതിക്കാരും ആയുർവേദക്കാരും കുറുക്കനും കോഴിയും മുയലും എല്ലാം കൂടി അങ്ങോട്ട് സഹകരിച്ച് ചികിത്സിച്ചിട്ട് വിജ്ഞാപനപ്പെടുത്തേണ്ട പകർച്ചവ്യാധിയിൽ നിന്നും ഒരാൾ മുക്തയായതായി രജിസ്ട്രേഡ് മെഡിക്കൽ പ്രാക്ടീഷണർമാർ സാക്ഷ്യപ്പെടുത്തണമെന്ന് 28-ാം വകുപ്പിൻ്റെ 2-ാം ഉപവകുപ്പിലും 31-ാം വകുപ്പിൻ്റെ 2-ാം ഉപവകുപ്പിലും പരാമർശിക്കപ്പെട്ടിട്ടുള്ള പകർച്ചവ്യാധികളോ ദേശീയ ആരോഗ്യ പരിപാടിയിൽ ഉൾപ്പെട്ട അണുബാധകളോ ബാധിച്ച ഒരു വ്യക്തിക്ക് ആയതിൽ നിന്ന് മുക്തി നേടിയ ശേഷം രോഗമുക്തയായി എന്ന് സാക്ഷ്യപത്രം നൽകേണ്ടി വരുന്ന സാഹചര്യത്തിൽ ആ വ്യക്തിയെ ചികിത്സിച്ച മെഡിക്കൽ പ്രാക്ടീഷണർ തന്നെ ലാബ് പരിശോധനകളടക്കം ആവശ്യമായ എല്ലാ പരിശോധനകളും നടത്തി രോഗമുക്തി സർട്ടിഫിക്കറ്റ് നിശ്ചിത മാതൃകയിൽ നൽകേണ്ടതാണ്. ചികിത്സിച്ചയാൾ, മരുന്ന് കൊടുത്ത ആള്, പോഷകം കൊടുത്ത ആളല്ല. സർപ്പച്ചേട്ടൻ്റെ കൂടെ ആളൊക്കൊന്ന തവളയുണ്ടല്ലോ, ആ തവള സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പാടില്ല, സർപ്പച്ചേട്ടൻ തന്നെ കൊടുക്കും. ഇനി രോഗം ബാധിച്ചു എന്ന് സംശയിക്കപ്പെടുന്ന അല്ലെങ്കിൽ രോഗം ബാധിച്ച ഒരാളെ ആശുപത്രിയിലേക്ക് മാറ്റൽ, വിജ്ഞാപനപ്പെടുത്തേണ്ട പകർച്ചവ്യാധിയുള്ള ഏതൊരു വ്യക്തിക്കും താഴെ പറയുന്ന ഏതെങ്കിലും അവസ്ഥകളുണ്ടെന്ന് പ്രാദേശിക പബ്ലിക് ഹെൽത്ത് ഓഫീസർക്ക് ബോധ്യപ്പെടുന്ന പക്ഷം, ബോധ്യപ്പെട്ടാൽ മതി, അതെങ്ങനെയാണ് തോന്നിയാൽ മതി. നിങ്ങളോട് വൈരാഗ്യമുള്ളൊരു ഓഫീസറാണെങ്കിലും മതി, ബോധ്യപ്പെട്ടാൽ മതി. ബോധ്യം ആർക്കെങ്കിലും അളക്കാൻ പറ്റുമോ, സംശയിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? എനിക്ക് ബോധ്യപ്പെട്ടത് നിങ്ങൾ പകർച്ചവ്യാധിക്കാരിയാണ്, നിങ്ങളുടെ പനി പകർച്ചവ്യാധിയാണ്, നിപ്പയാണ്, കപ്പയാണ്. രോഗവ്യാപനം തടയുന്നതിനും ചികിത്സയ്ക്കുമായി ആ വ്യക്തിയെ ആവശ്യമായ സ്ഥലത്തേക്ക് മാറ്റാൻ തദ്ദേശ സർക്കാരിൻ്റെ സഹായത്തോടെ അവർ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. അതായത് ഒന്നിൽ കൂടുതൽ കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലത്താണ് താമസമെങ്കിൽ രോഗവ്യാപനം തടയുന്നതിനും ചികിത്സാ മേൽനോട്ടത്തിനും ആവശ്യമായ സംവിധാനമില്ലെങ്കിൽ പ്രസ്തുത സ്ഥലത്ത് ഈ രോഗിയുടെ സാന്നിധ്യം മറ്റുള്ളവരുടെ ആരോഗ്യത്തിന് ഹാനികരമാണെങ്കിൽ, ഇത് നിങ്ങൾ മാസ്ക് വെച്ചില്ലെങ്കിൽ ഞങ്ങളുടെ ആരോഗ്യത്തിന്, മാസ്ക് വെക്കുന്നവരുടെ ഞങ്ങളുടെ പോലും ആരോഗ്യത്തിന് അപകടമാണെന്ന് പറഞ്ഞ വിഡ്ഢികളുടെ നാടാണ് നമ്മുടേത്. അപ്പം നിങ്ങൾ പിന്നെ മാസ്ക് വെച്ചിരിക്കുന്നത് അണുകൾ കയറാതിരിക്കാൻ, അപ്പോൾ പിന്നെ ഞങ്ങൾ മാസ്ക് വെച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം, അത് ഞങ്ങൾക്കല്ലേ കിട്ടുള്ളൂ, നിങ്ങൾക്കല്ലല്ലോ എന്ന് പറഞ്ഞാൽ പോലും മനസ്സിലാക്കാത്ത വിവരദോഷികളുടെ നാടാണ് നമ്മുടേത്. രോഗിയുടെ സുരക്ഷയ്ക്കോ ചികിത്സയ്ക്കോ മറ്റ് കാരണങ്ങളാലോ രോഗിയെ ആശുപത്രിയിലേക്കോ അത്തരം രോഗങ്ങളുള്ളവരെ പരിപാലിക്കുന്ന സ്ഥലത്തേക്കോ മാറ്റേണ്ടതുണ്ടെന്ന് പബ്ലിക് ഹെൽത്ത് ഓഫീസർക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ രോഗിയുടെ സുരക്ഷയ്ക്കോ ചികിത്സയ്ക്കോ മറ്റു കാരണങ്ങളാലോ രോഗിയെ ആശുപത്രിയിലേക്കോ അത്തരം രോഗമുള്ളവരെ പരിപാലിക്കുന്ന സ്ഥലത്തേക്കോ ഏകാന്ത കഠിന തടവ് ക്വാറന്റൈൻ മാറ്റേണ്ടതുണ്ടെന്ന് പബ്ലിക് ഹെൽത്ത് ഓഫീസർക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ യാതൊരു വ്യക്തിയും അത്തരം ആശുപത്രിയുടെയോ സ്ഥലത്തിൻ്റെയോ ചുമതലയുള്ള മെഡിക്കൽ ഓഫീസറുടെ സമ്മതം കൂടാതെ ഏതെങ്കിലും ആശുപത്രിയിൽ നിന്നും ഒന്നാം ഉപവകുപ്പിൽ പരാമർശിക്കുന്ന മറ്റു സ്ഥലത്തു നിന്നോ വിട്ടുപോകാനോ ആരെങ്കിലും ആ വ്യക്തിയെ കൊണ്ടുപോകാനോ പാടില്ല. അവിടെ കിടന്ന് ചത്താൽ ശവം വിട്ട് കിട്ടുക എന്നുള്ളത് സംശയമാണ്. 16 അടി താഴ്ചയിൽ ബുൾഡോസർ കുഴിയെടുത്ത് പ്ലാസ്റ്റിക്കിൻ്റെ പല അട്ടി പേപ്പറുകളിൽ പൊതിഞ്ഞ് അവർ തന്നെ തീർത്തോളും. കോവിഡിൽ നമ്മൾ കണ്ടതാണല്ലോ. നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യവും ഇല്ല എന്നർത്ഥം. ഏതെങ്കിലും ഒരു ഹെൽത്ത് ഓഫീസർ നിങ്ങൾക്കൊരു പകർച്ചവ്യാധി ഉണ്ടെന്ന് സംശയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനുഷ്യാവകാശം തീർന്നു, പൗരാവകാശം തീർന്നു, അഭിപ്രായ സ്വാതന്ത്ര്യം തീർന്നു, സഞ്ചാര സ്വാതന്ത്ര്യം തീർന്നു. ഏത് ചികിത്സ തിരഞ്ഞെടുക്കണമെന്നുള്ള ഭരണഘടന തരുന്ന അധികാരം പോലും അവകാശം പോലും തീർന്നു. നിങ്ങൾ അടിമയായി. നിങ്ങളെ ദൈവം രക്ഷിച്ചാൽ രക്ഷിച്ചു. ഒന്നാം ഉപവകുപ്പിൻ കീഴിൽ ആശുപത്രിയിലേക്കോ സ്ഥലത്തേക്കോ രോഗിയെ മാറ്റുന്നത് തടയുകയോ അല്ലെങ്കിൽ രണ്ടാം ഉപവകുപ്പിന് വിരുദ്ധമായി അത്തരം ആശുപത്രിയിൽ നിന്ന് വിട്ടുപോരുന്ന ഏതൊരു വ്യക്തിയും 65-ാം വകുപ്പിൽ നിർദ്ദേശിച്ചിരിക്കുന്ന പിഴയ്ക്ക് ബാധ്യസ്ഥമായിരിക്കും. ആദ്യത്തെ പ്രാവശ്യം. രണ്ടാമത്തെ പ്രാവശ്യം കടുക്കും ശിക്ഷകൾ.
എന്തൊക്കെയാണ്? 65-ാം വകുപ്പ് പോയി പഠിച്ചോ. ഇനി കേരളത്തിൽ ജീവിക്കണമെങ്കിൽ വെറുതെ അല്ല പിള്ളേരൊക്കെ ഇവിടെ നിന്ന് നാട് വിടുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞോളാം, വീട്ടുകാർ ഞങ്ങൾ ശുശ്രൂഷിച്ചോളാം, നടക്കുകയല്ല. നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങളിൽ നിന്ന് ബലമായി പിടിച്ചുകൊണ്ടുപോയി എവിടെയാണോ ആക്കേണ്ടതെന്ന് പബ്ലിക് ഹെൽത്ത് ഓഫീസർ തീരുമാനിക്കും, സർക്കാർ തീരുമാനിക്കും. ഇതെന്താ ചൈനയോ പോൾപോട്ടിൻ്റെ കംബോഡിയയോ? മനസ്സിലാകുന്നില്ല. ഇനി ഈ അധ്യായത്തിൽ വിധി നിർദ്ദേശിച്ചിരിക്കുന്ന വിജ്ഞാപനപ്പെടുത്തേണ്ട പകർച്ചവ്യാധി അനുഭവിക്കുന്നതായി അറിയുന്ന യാതൊരാളും ഏതെങ്കിലും മാർക്കറ്റ്, അരങ്ങ്, അതല്ലെങ്കിൽ വിനോദത്തിനോ ഒത്തുചേരലിനോ ഉള്ള മറ്റു സ്ഥലം, അല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂള്, കോളേജ്, ഗ്രന്ഥശാല, കളിസ്ഥലം തുടങ്ങിയ സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്റ്റൽ, ഹോട്ടൽ, ലഘുഭക്ഷണശാല, സുഖവാസ കേന്ദ്രം, സ്റ്റേ ഹോം, വഴിയമ്പലം, വാടക വീട്, ഹൗസ് ബോട്ട്, ക്ലബ്ബ്, അല്ലെങ്കിൽ വാട്ടർ തീം പാർക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും ഫാക്ടറി, കട, വർക്ക്ഷോപ്പ്, അല്ലെങ്കിൽ ജോലിസ്ഥലം, അല്ലെങ്കിൽ ഏതെങ്കിലും പൊതുവാഹന സൗകര്യം, ഓട്ടോറിക്ഷയോ ടാക്സിയോ പോലും പാടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും പൊതു സ്നാനസ്ഥലം, അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് പൊതുവിനോദ സ്ഥലം, പൊതുസ്ഥലം എന്നിവിടങ്ങളിൽ തൻ്റെ സാന്നിധ്യത്തിലൂടെയോ പ്രവൃത്തിയിലൂടെയോ അണുബാധയെന്ന അപകടം ഉണ്ടാക്കാൻ പാടില്ലാത്തതാകുന്നു. ഒരു പനിയുടെ മട്ട് തോന്നി, അപ്പോൾ കളിസ്ഥലത്തായിരുന്നു, അല്ലെങ്കിൽ ഒരു വാടക വീട്ടിലായിരുന്നു, അല്ലെങ്കിൽ തീം പാർക്കിലായിരുന്നു, ബാങ്കിലായിരുന്നു. കുറച്ച് നേരം അവിടെ ഇരുന്ന് ക്ഷീണമൊന്ന് തീർക്കാമെന്നിരുന്നപ്പോഴാണ് അവിടുത്തെ ബാങ്ക് മാനേജർക്കോ അല്ലെങ്കിൽ അവർക്ക് സംശയം തോന്നി, ഇയാൾക്ക് അറിയിച്ചില്ലെങ്കിൽ അവർക്ക് പിഴയുണ്ടേ, ഇയാൾക്ക് എന്തോ ഒരു പകർച്ചവ്യാധിയുടെ ലക്ഷണമാണല്ലോ. വിളിച്ച് പറഞ്ഞ ആരോഗ്യവകുപ്പുകാർ പോലീസുകാരുമായിട്ട് എത്തും, നിങ്ങളെ പൊക്കി പകർച്ചവ്യാധിയുള്ള നിങ്ങൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ എത്തിയതിന് ശിക്ഷ വരും വരാതെയൊന്നും ഇരിക്കില്ല. വ്യക്തിവിരോധമെങ്കിലും ഇല്ലാത്ത പരിശുദ്ധനായ ഒരു ഹെൽത്ത് ഓഫീസർ ലോകത്തുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഹെൽത്ത് ഓഫീസർ എന്നുള്ള സർവാധികാരിക്ക് ഇറാൻ മൂളി പുതിയ ഭരണകേന്ദ്രം. ഇതൊന്നും നിങ്ങൾക്ക് കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നും കൂടി ഇതിൽ എഴുതി വച്ചിട്ടുണ്ട്. പൊതുജനാരോഗ്യ അധികാരികൾ ഉത്തമ ബോധ്യത്തിൽ ചെയ്യുന്ന ഒരു കാര്യത്തിനും കോടതിയിൽ പോകാനോ അയാൾ ചെയ്തത് തെറ്റാണെങ്കിൽ തന്നെ അയാളെ ശിക്ഷിപ്പിക്കാൻ പറ്റില്ല, ഒരു കോടതിയും കേസെടുക്കാൻ പാടില്ല എന്നും എഴുതി വച്ചിട്ടുണ്ട്. പുതിയ ഭരണഘടനയാണ്. ഏകാധിപത്യത്തിൻ്റെ പട്ടാള ഭരണത്തിൽ പോലും ഇല്ലാത്ത പട്ടാള ഭരണാധികാരികൾ ആരോഗ്യത്തിൽ ഇങ്ങനെ കൈകടത്തിയിട്ടില്ല. ഒരു വ്യക്തിക്ക് വിജ്ഞാപനപ്പെടുത്തേണ്ട പകർച്ചവ്യാധി ഉണ്ടെന്ന് ഏതെങ്കിലും ഒരു മെഡിക്കൽ പ്രാക്ടീഷണറോ പ്രാദേശിക പബ്ലിക് ഹെൽത്ത് ഓഫീസറോ ആ വ്യക്തിയെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഇതൊക്കെ ഇവരറിയുക? കബഡി നിരത്തി നോക്കുമോ? ഒരു വ്യക്തിക്ക് വിജ്ഞാപനപ്പെടുത്തേണ്ട പകർച്ചവ്യാധി ഉണ്ടെന്ന് ഏതെങ്കിലും ഒരു മെഡിക്കൽ പ്രാക്ടീഷണറോ പബ്ലിക് ഹെൽത്ത് ഓഫീസറോ ആ വ്യക്തിയെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അപ്രകാരം അറിവുള്ളതായി ഈ ഉപവകുപ്പിൻ്റെ അർത്ഥത്തിലേക്ക് കരുതപ്പെടുന്നതാണ്. അത് ലംഘിക്കുന്നവർക്കും വലിയ പിഴശിക്ഷയൊക്കെയുണ്ട്. വിജ്ഞാപനപ്പെടുത്തേണ്ട പകർച്ചവ്യാധി യാതൊരു വ്യക്തിയും അവർ അത്തരം രോഗം പടർത്തിയേക്കാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളതല്ല. അതായത് മറ്റുള്ളവർക്ക് ഉപഭോഗത്തിനുള്ള ഏതെങ്കിലും ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കാനോ വിതരണം ചെയ്യാനോ വിൽപ്പനയ്ക്കായി കൊണ്ടു നടക്കാനോ വയ്ക്കാനോ വിൽപ്പനയ്ക്കായി ഉണ്ടാക്കുന്നതോ വയ്ക്കുന്നതോ കൊണ്ടു നടക്കുന്നതോ ആയ ജോലികളിൽ പങ്കെടുക്കാനോ പാടുള്ളതല്ല. മറ്റുള്ളവരിലേക്ക് രോഗാണു പകരുന്നതിനിടയാകുന്ന യാതൊരു പ്രവൃത്തിയും ചെയ്യാൻ പാടുള്ളതല്ല. ഈ ഉപവകുപ്പിലെ വ്യവസ്ഥകൾ ലംഘിക്കുന്ന ഏതൊരു വ്യക്തിയും 65-ാം വകുപ്പിൽ നിർദ്ദേശിച്ചിരിക്കുന്ന പിഴയ്ക്ക് ബാധ്യസ്ഥമായിരിക്കും. അണുബാധയുടെ വ്യാപനം തടയുന്നതിന് കെട്ടിടങ്ങളും സ്ഥലങ്ങളും ഏറ്റെടുക്കൽ. നിങ്ങളെ മാത്രമല്ല, നിങ്ങൾ അണുവല്ലേ, അണുവുള്ള സ്ഥലവും കെട്ടിടമൊക്കെ ഏറ്റെടുക്കാം. രോഗാണു അല്ല രോഗം ഉണ്ടാക്കുന്നത്, രോഗമാണ് രോഗാണുക്കളെ ഉണ്ടാക്കുന്നത്. ശരീരം ശുദ്ധമായിരുന്നാൽ അങ്ങോട്ടൊരു രോഗാണുവിനും കയറാൻ പറ്റില്ല. പ്രകൃതി രീതികൾ നിങ്ങൾ എത്ര പെട്ടെന്ന് പഠിച്ചെടുത്ത് തടി രക്ഷിച്ചോ അത്രയും നല്ലത്. ഞങ്ങളൊക്കെ ഒരു പകർച്ചവ്യാധിയും വരാതെ ജീവിക്കുന്നവരാണ്. പക്ഷേ പൊതുജനാരോഗ്യ അധികാരിക്ക് സംശയം തോന്നിയാൽ എന്ത് ചെയ്യും?
അവിടെയാണ് രോഗമൊന്നും വരില്ല എന്ന് കരുതി കോവിഡ് വന്നില്ല എന്നൊക്കെ അഭിമാനിച്ച് നടക്കുന്ന നമ്മുടെ പ്രകൃതിക്കാരും കൂടെ പെട്ടുപോകാൻ പോകുന്നത്. പകർച്ചവ്യാധി നിയന്ത്രണ പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്തേണ്ട ആവശ്യത്തിലേക്കായി ജില്ലാ കളക്ടറുടെ അനുമതിയോടെ ഏത് കെട്ടിടത്തിനുള്ളിലും പബ്ലിക് ഹെൽത്ത് ഓഫീസർക്ക് പ്രവേശിക്കാവുന്നതും ആവശ്യമെങ്കിൽ നിർണയിക്കപ്പെടാവുന്ന രീതിയിൽ അവ താൽക്കാലികമായി ഏറ്റെടുക്കാവുന്നതുമാണ്. ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നതിലേക്കായി പബ്ലിക് ഹെൽത്ത് ഓഫീസർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണം ഉറപ്പാക്കേണ്ടതാണ്. പബ്ലിക് ഹെൽത്ത് ഓഫീസർക്ക് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ പവറൊക്കെയാണ് കിട്ടിയിരിക്കുന്നതെന്ന് കേൾക്കുന്നുണ്ട്. ഇതിലുണ്ട് ചിലതൊക്കെ, അതുകൂടെയൊക്കെ നിങ്ങൾ അന്വേഷിച്ചോളൂ. ആരെയും അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ തടവിലിടാം, സംശയിച്ചാൽ മതി. പുതിയ ഭരണഘടന ഇന്ത്യക്ക് പാർലമെന്റ് അറിയാത്ത, ജനങ്ങളറിയാത്ത രാഷ്ട്രീയ കക്ഷികൾ നിയമസഭയിൽ ഒരു ചർച്ച പോലുമില്ലാതെ പ്രതിപക്ഷം വാക്കൗട്ട് നടത്തിയപ്പോൾ പാർട്ടി അടിമകൾ പാസാക്കിയെടുത്തതാണ് ഈ സാധനം. ഒരു ചർച്ച നടന്നിട്ടില്ല നമ്മുടെ നിയമസഭയിൽ. മേൽപ്പറഞ്ഞ അത്തരം കെട്ടിടത്തിന്റെ അല്ലെങ്കിൽ സ്ഥലത്തിന്റെ ഏറ്റെടുക്കൽ തീരുമ്പോഴോ ഉപയോഗം തീരുമ്പോഴോ ഉടമയ്ക്ക് തിരികെ നൽകുന്നതിന് മുമ്പായി പ്രസ്തുത കെട്ടിടം അല്ലെങ്കിൽ സ്ഥലം പൂർണ്ണമായി അണുവിമുക്തമാക്കുകയും വൃത്തിയാക്കുകയും ചെയ്യുന്നതായി തദ്ദേശ സർക്കാരുകളുടെ സഹായത്തോടെ പബ്ലിക് ഹെൽത്ത് ഓഫീസർ ഉറപ്പുവരുത്തേണ്ടതാണ്. എന്തൊരു മണ്ടത്തരമാണ്! കെട്ടിടം അണുവിമുക്തമാക്കി, സ്ഥലം അണുവിമുക്തമാക്കി എന്ത് ചെയ്യും? കുറെ കീടനാശിനി സ്പ്രേ ചെയ്യും. അത് ശ്വസിക്കുന്നവർക്കെല്ലാം ക്യാൻസറും കിട്ടും. അല്ല, കാറ്റടിച്ച് ഈ സ്പ്രേ എല്ലാം പോകുമ്പോൾ അപ്പുറത്തെ പറമ്പിലുള്ള അണുക്കളൊക്കെ ഇങ്ങോട്ട് വരില്ലേ? ആകാശത്ത് നിന്ന് താഴേക്ക് വരില്ലേ? എങ്ങനെയാ നിങ്ങൾ ഈ ഭൂമിയിലെ ഒരു ചെറിയ സ്ഥലമോ വലിയ സ്ഥലമോ അണുവിമുക്തമാക്കുന്നത്? ക്ലോറിൻ കൊണ്ടുപോയി ഇടും, അത് മണ്ണിലെ സകല ജീവികളെയും കൊല്ലും. വെള്ളത്തിൽ മഴയത്തൊലിച്ചിറങ്ങി കുളങ്ങളിലും കിണറുകളിലും വന്ന് വൻകുടലിൽ ക്യാൻസർ ഉണ്ടാക്കുന്ന പാഷാണമാണ് ക്ലോറിൻ. എങ്ങനെ നിങ്ങൾ വീട് അണുമുക്തമാക്കുമെന്നാണ് പറയുന്നത്? ഏതായാലും ഉടമയ്ക്ക് തിരികെ കൊടുക്കുമെന്നുള്ളൊരു ആശ്വാസമുണ്ട്. അത് നിങ്ങളുടെ വീടാണെങ്കിലോ നിങ്ങളെവിടെ പോവും? ഇവിടെ കുഞ്ഞുങ്ങളെവിടെ പോവും? ഹെൽത്ത് ഇൻസ്പെക്ടർ തോന്നിയാൽ മതി, കളക്ടറുടെ അനുവാദം വേണമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കരുതുമോ കളക്ടർക്ക് അനുവാദം? അതൊക്കെ നേരത്തെ തന്നെ അവർക്ക് കിട്ടിയിരിക്കും. അല്ലെങ്കിൽ ഇതെല്ലാം ഏറ്റെടുത്തിട്ട് കളക്ടറുടെ അടുത്തേക്ക് വിടും. നമ്മുടെ നാടല്ലേ. ഇനി കളക്ടർ ആരാണ്? ഒടേ തമ്പുരാനോ? ഇനി 39(1) ന്യായമായ ഏത് സമയത്തും സഹായികളോടൊപ്പമോ അല്ലാതെയോ പകർച്ചവ്യാധിയോ വിജ്ഞാനപ്പെടുത്തേണ്ട പകർച്ചവ്യാധിയോ റിപ്പോർട്ട് ചെയ്തതോ സംശയിക്കപ്പെടുന്നതോ ആയ ഫാക്ടറികൾ, വർക്ക്ഷോപ്പുകൾ, ജോലിസ്ഥലങ്ങൾ, തൊഴിലിടങ്ങൾ, വ്യാപാര സ്ഥലങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കെട്ടിടങ്ങളുടെ പരിസരങ്ങൾ, തോട്ടങ്ങൾ മുതലായ സ്ഥലങ്ങളിൽ നോട്ടീസ് കൂടാതെയും വീടുകൾ, അപ്പാർട്ട്മെന്റുകൾ ഉൾപ്പെടെയുള്ള താമസ സ്ഥലങ്ങളിൽ 2 മണിക്കൂർ മുമ്പ് നോട്ടീസ് നൽകിയ ശേഷവും പരിശോധിക്കാവുന്നതാണ്. പരിശോധിച്ച് ഏറ്റെടുത്ത് പിന്നെ ബോധ്യപ്പെട്ടാൽ തിരിച്ചു തരും. ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നതിലേക്കായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായവും സഹകരണവും ഉറപ്പുവരുത്തേണ്ടതാണ്. ഇനിയും വളരെ വളരെ അപകടകരങ്ങളായ ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഭീകരമായ അധികാരത്തിൻ്റെ ദുർവിനിയോഗമാണ് വാസ്തവത്തിൽ ഈ പബ്ലിക് ഹെൽത്ത് ബില്ലിലുള്ളത്. അത് മധുരം പുരട്ടി ഇപ്പോൾ ക്ഷയരോഗത്തിന് അവർ പതുക്കെ ഒന്ന് മുന്നോട്ട് വെക്കുകയാണ്. വലിയ എതിർപ്പൊന്നുമില്ലെങ്കിൽ, കാരണം ക്ഷയരോഗം പകരാതിരിക്കുക 100 ദിവസത്തെ പരിപാടിക്കല്ലേ, ഒന്ന് സഹകരിക്കുന്നു എന്നുള്ളതല്ലേ, എല്ലാവരും കൂടി ആ രീതിയിൽ പതുക്കെ ഓരോന്നോരോന്നായി കൊണ്ടുവന്ന് അപകടമാണ് തിരിച്ചറിഞ്ഞ് ആരോഗ്യ സ്വയം പര്യാപ്തത, ആരോഗ്യ സ്വാശ്രയത്വം, ഞാൻ ഏത് ഭക്ഷണം കഴിക്കണം, ഞാൻ ഏത് ചികിത്സ ചെയ്യണം, അതൊക്കെ തീരുമാനിക്കാനുള്ള വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിന് ആയുർവേദ ഡോക്ടർമാർ, ഹോമിയോ ബദൽ ചികിത്സകരെല്ലാവരും ഒറ്റക്കെട്ടായി നീങ്ങിയില്ല എങ്കിൽ
പലരും ഭീമമായ പിഴയടച്ച് മുടിഞ്ഞും കേസുകളിൽ കുടുങ്ങിയും ഏറ്റെടുക്കലുകളിൽ ഒറ്റപ്പെട്ടും ഓരോരുത്തരെയായിട്ടാണ് അവർ വേട്ടയാടുക. ആദ്യം പരമ്പരാഗത ചികിത്സകരെന്ന് പറയുന്ന അതീവ ദുർബലരെ പിടിക്കും, പിന്നെ പ്രകൃതി ചികിത്സക്കാരെ ഒതുക്കും. അപ്പോൾ ആയുർവേദക്കാർ സന്തോഷിക്കും, അത് പരമ്പരാഗതക്കാർ, അവരല്ലെങ്കിലും ശല്യക്കാരാണ്. അത് പ്രകൃതി ചികിത്സക്കാരാ, ബാക്കിയുള്ളവരെല്ലാം കൂടെ ഒത്തുകൂടും. പതുക്കെ ഹോമിയോക്കാരെ പിടിക്കും. ഹോമിയോ നിരോധിക്കണമെന്നും അല്ലാതെ തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. പിന്നെ അവർ ചെറുകിട ആയുർവേദക്കാരെ പിടിക്കും. അപ്പോൾ വൻകിടക്കാർ സന്തോഷിക്കും, നമ്മളെ തൊടുകയൊന്നുമില്ല, നമുക്കെതിരെ വരികയൊന്നുമില്ല. അവസാനം അവരെയും പൂട്ടും. ഇതാണ് നടക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ചെവിക്കു നുള്ളിക്കോളൂ. ആരോഗ്യരംഗം മൊത്തമായി കുത്തകകൾക്ക് തീരെഴുതിയിരിക്കുന്നു. ഓരോരോ ആശുപത്രികൾ 1500-ഉം 3000-ഉം കോടിയൊക്കെ മുടക്കി കേരളത്തിലേക്ക് വരുമ്പോൾ വിദേശ കുത്തകകളാണ് കേരളത്തിലെ ഭീകരമായി വളരുന്ന ആശുപത്രികളെ മുഴുവൻ ഏറ്റെടുത്തിട്ടുള്ളതും സ്ഥാപിക്കുന്നതും. അവരൊന്നും കാണാതെ നിസാരമായ പനിക്കും തലവേദനയ്ക്കും ചികിത്സിക്കാൻ വേണ്ടി വരില്ല, മൊത്തമായി ഏറ്റെടുക്കാൻ, ഓരോ രോഗത്തിൽ നിന്നും പരമാവധി ലാഭം ഉണ്ടാക്കാൻ നല്ല ഹോംവർക്ക് ചെയ്തിട്ട് തന്നെയാണ് വരുന്നത്. അവരുടെ പക്കൽ നിന്ന് ഈ പൊതുജനാരോഗ്യ അപകട ബില്ല് പാസ്സാക്കാൻ എത്ര കോടി കിട്ടേണ്ടവർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് മാത്രം നോക്കിയാൽ മതി. ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് വിടുകയാണ്. നിങ്ങളുടെ കമൻറ്റുകൾ ഇതിനെങ്കിലും എഴുതണം, കഴിയുന്നത്ര ഷെയർ ചെയ്യണം. ഇല്ല, കുറച്ചുകൂടെ കഴിഞ്ഞാൽ കരഞ്ഞിട്ട് കാര്യമില്ല. നന്ദി, നമസ്കാരം.